Hello dear students, welcome to my maths class. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ദാറ്റ് ഈസ് +2 മാത്തമാറ്റിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2023യുടെ ലാസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലോട്ട് മൂവ് ചെയ്യാം. സോ ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ക്വസ്റ്റ്യൻ നമ്പർ ഈസ് ഓക്കെ, 10th ക്വസ്റ്റ്യൻ ആണ്. 2023ലെ 10th ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് 1/2. Find the principal value branch of sin inverse 1/2. And there is one more question in that part. The second question is find the value of tan inverse. Find the value of tan inverse of 2 cos into 2 sin inverse of 1/2. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് വെക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. അതെങ്ങനെയായിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? സോ അപ്പോൾ ആദ്യം നമ്മൾ ഇതൊരു കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും ഉള്ളിൽ വരുന്ന ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 മീൻസ് അറ്റ് വിച്ച് ആംഗിൾ സൈൻ തീറ്റ ഈക്വൽ ടു 1/2. സൈനിന് ഏത് ആംഗിളിലാണ് 1/2 വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സൈൻ ഏത് ആംഗിളിലാണ് 1/2 വരുന്നത്. സൈൻ 30 ഡിഗ്രി അല്ലേ? സൈൻ 30 ഡിഗ്രി ഓർ π/6. സൈൻ π/6 ഓർ സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/2 ആണ്. സോ അപ്പോൾ നമുക്ക് ആ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2ന് പകരം π/6 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ആ ഇൻസൈഡ് ബ്രാക്കറ്റ് വരുന്നത് 2 × π/6 എന്ന് വന്നു. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos. ഇനി 2 × π/6നെ 2 ക്യാൻസൽ ചെയ്തു. സോ അപ്പോൾ അത് π/3 എന്നായി. π/3 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി കേട്ടോ. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 × cos 60 ഡിഗ്രി. cos 60 ഡിഗ്രി എത്രയാണ് വരുന്നത്? സൈൻ 60 √3/2 cos 60 അഗെയിൻ 1/2 വന്നു അല്ലേ? cos 60 എന്ന് പറയുന്നത് 1/2 അല്ലേ വരുന്നത്? അതെ. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 × 1/2. ഇനി നോക്കിയേ, ആ ഇൻസൈഡ് ബ്രാക്കറ്റ് കണ്ടോ, അവിടെ 2 × 1/2 വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കതങ്ങ് 2 ക്യാൻസൽ ചെയ്യാമല്ലോ. സോ വി ഗെറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1. വാട്ട്സ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1? അറ്റ് വിച്ച് ആംഗിൾ ടാൻ തീറ്റ ഈക്വൽ ടു 1? ഏത് ആംഗിളിലാണ് ടാൻ തീറ്റ 1 ആവുന്നത്? ടാൻ π/4 അല്ലേ? സോ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് π/4 ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇനി മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വി വോണ്ട് ടു ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. വി ഓൾ ന്യൂ ദാറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് ബിലോങ്സ് ടു ദ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to +π/2. -π/2നും +π/2ൻ്റെയും ഇടയിലാണ് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വരുന്നത്. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടോ, നമ്മളിവിടെ പുട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ആയിട്ട് ചൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്താൽ ലെഫ്റ്റ് സൈഡിലുള്ള സൈൻ ഇൻവേഴ്സ് റൈറ്റ് സൈഡിലോട്ട് ട്രാൻസ്പോസ് ചെയ്തു. അപ്പോൾ അത് സൈൻ y ആയി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1/2ഉം റൈറ്റ് സൈഡിൽ സൈൻ y ആയി. അതായത് ഏത് ആംഗിളിലാണ് സൈനിന് 1/2 ആൻസർ വരുന്നത്? നമുക്കറിയാലോ, ഇത് തൊട്ട് മുന്നേ ഇപ്പോൾ ചെയ്തുള്ളൂ. സൈൻ 30 ഡിഗ്രിയാണ് 1/2. തൊട്ട് മുന്നേ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് സൈൻ π/6ൻ്റെ വാല്യൂ 1/2 ആണെന്ന്. വി ഓൾറെഡി ന്യൂ ദാറ്റ് സൈൻ π/6 ഓർ സൈൻ 30 ഡിഗ്രി ഈസ് 1/2. ഓക്കെ, ഇതറിയാവുന്നതാണ്. സോ അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൈൻ y ഈക്വൽ ടു 1/2. ഫൈൻ y അറ്റ് വിച്ച് സൈൻ y ഈക്വൽ ടു 1/2. സോ അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? π/6. ഇനി ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. ഈ π/6 പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് എടുക്കണമെങ്കിൽ അത് ആ ബ്രാഞ്ചിൻ്റെ ഉള്ളിൽ വരണം. അതായത് -π/2നും +π/2ൻ്റെയും ഇടയിലുള്ള വാല്യൂ ആണല്ലോ. -90 ഡിഗ്രിക്കും +90 ഡിഗ്രിക്കും ഇടയിലല്ലേ 30 ഡിഗ്രി വരുന്നത്. സോ അപ്പോൾ ഇത് ഷുവർ ആയിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് π/6 വന്നു. ഓക്കെ, സോ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ആൻസർ ചെയ്യുന്നത്. ദ ക്വസ്റ്റ്യൻ ഈസ് here we have given a point 1, 2, 3 and
the question is find the equation of the line passing through the point 1, 2, 3 and which is parallel to the vector 3i plus 2j minus 2k. We want to find its vector form and Cartesian form of that line. അതായത് 1, 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻ. ആ ലൈൻ ഈ 3i പ്ലസ് 2j മൈനസ് 2k എന്ന് പറയുന്ന വെക്ടറിന് പാരലുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ വെക്ടർ ഫോമും കാണുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ വെക്ടർ ഫോമും കാണുക, കാർട്ടീഷ്യൻ ഫോമും കാണുക. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനവിടെ ആ പോയിൻ്റ് കണ്ടോ, 1, 2, 3 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആയിട്ട് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറായിട്ട് എനെ ചൂസ് ചെയ്തു. അവിടുത്തെ വെക്ടറായിട്ട് ബിന്ന് ചൂസ് ചെയ്തു. ഇനി നോക്കി, നമുക്കൊരു നിങ്ങൾ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ പഠിക്കുന്നതാണ് ഈ ഒരു ഫോമുല. വെക്ടർ ഫോംസ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് വിത്ത് ദ പൊസിഷൻ വെക്ടർ a bar and parallel to the vector b bar is r bar equal to a plus lambda b. Cartesian form the equation of a line passing through the point x1, y1, z1 and having direction ratios abc is x minus x1 by a equal to y minus y1 by b equal to z minus z1 by c. അപ്പോൾ വെക്ടർ ഫോമിൽ എന്താ പറയുന്നത്, അതായത് ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ആ പോയിൻ്റ് ഓക്കെ, ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ ഉണ്ട്. ആ പോയിൻറ്റിൽ കൂടി ലൈൻ പാസ് ചെയ്യുന്നു. ഓക്കെ, ആ ലൈൻ വെക്ടർ ബിക്ക് പാരലുമാണെങ്കിൽ ആ ലൈനിൻ്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി എന്നായിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മുടെ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറും ബി എന്ന് പറയുന്നത് ആ ലൈൻ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട ലൈന് പാരലായിട്ടുള്ള വേറൊരു വെക്ടറുമാണ്. ഓക്കെ, ഇനി അതിൻ്റെ കാർട്ടീഷ്യൻ ഫോം നോക്കാം. കാർട്ടീഷ്യൻ ഫോം എങ്ങനെയാണ് കാണുന്നത്? ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ. ഓക്കെ, x1, y1, z1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടിയാണ് നമ്മുടെ ലൈൻ പാസ് ചെയ്യുന്നത്. അതുപോലെ പാസ് ചെയ്യുന്ന ലൈനിന് പാരലായിട്ട് വന്നിരിക്കുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസാണ് എ ബി സി എങ്കിൽ അതിൻ്റെ കാർട്ടീഷ്യൻ ഫോം കാണാനുള്ള ഫോമിൽ എക്സ് മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി. ക്ലിയർ ആണെന്ന് കരുതുന്നു കേട്ടോ. നമുക്ക് ആ ഒരു ഫോമുല ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാം. ഫോർ ദാറ്റ് വി ടേക്ക് we have given that the point is 1, 2, 3. ഓക്കെ, ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിൻറ്റ് 1, 2, 3 ആണ്. സോ അപ്പോൾ അങ്ങനെയെങ്കിൽ ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ നമ്മൾ എ ആയിട്ട് ചൂസ് ചെയ്തു. സോ അപ്പോൾ എനെ നമുക്ക് എങ്ങനെ എഴുതാം? ആ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? i പ്ലസ് 2j പ്ലസ് 3k അല്ലേ. ആ പോയിൻറ്റിനോട് കൂടി നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സ് മൾട്ടിപ്പിൾ ചെയ്ത് പോവുക. അതിൻ്റെ ഡയറക്ഷൻ എക്സ് ആക്സിസ് അലോങ് എക്സ് ആക്സിസിൽ യൂണിറ്റ് വെക്ടർ ഐ ആണല്ലോ വരുന്നത്. സോ അപ്പോൾ 1 ഇൻറ്റു ഐ അലോങ് വൈ ആക്സിസ് ജെ ആണ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ 2 ഇൻറ്റു ജെ അലോങ് ഇസഡ് ആക്സിസ് കെ ആണ് യൂണിറ്റ് വെക്ടർ. സോ അപ്പോൾ 3 ഇൻറ്റു കെ എന്ന് വന്നു. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ പൊസിഷൻ വെക്ടർ, ആ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ. ഇനി ഈ പോയിൻറ്റിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനിന് പാരലായിട്ട് വരുന്ന വെക്ടറാണ് ബി ആയിട്ട് ചൂസ് ചെയ്തത്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ബി ഈക്വൽ ടു 3i പ്ലസ് 2j മൈനസ് 2k. ഓക്കെ, ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്. ഇനി നമ്മൾ തൊട്ട് മുന്നേ കണ്ടു ദ വെക്ടർ ഫോം ഓഫ് ദ ലൈൻ ദറ്റ് പാസസ് ത്രൂ ദ പോയിൻറ്റ് whose position vector is a and also which is parallel to another vector b is r equal to a plus lambda b. r equal to a plus lambda b. ഇവിടെ നമുക്ക് എയും ബിയും എല്ലാം അപ്പോൾ കയ്യിലുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സ് കൊണ്ടുപോയിട്ട് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. സോ അപ്പോൾ we get r equal to a plus lambda b is equal to a replaced by the vector i plus 2j plus 3k plus lambda into 3i plus 2j minus 2k. ദറ്റ് ഈസ് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. കൂടുതൽ സിംപ്ലിഫിക്കേഷനിലോട്ട് പോകേണ്ടതാണ് അതിൻ്റെ വെക്ടർ ഫോം എന്ന് പറയുന്നത്. ഇനി കാർട്ടീഷ്യൻ ഫോമിലോട്ട് പോവാം. കാർട്ടീഷ്യൻ ഫോമിൽ എങ്ങനെയാണ് പറയുന്നത്? x1, y1, z1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനിന് പാരലായിട്ട് വരുന്ന ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കാർട്ടീഷ്യൻ ഫോം ആയി. സോ അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് 1, 2, 3 അല്ലേ. ഓക്കെ, അപ്പോൾ 1, 2, 3 ആണ് നമ്മുടെ പോയിൻ്റ്. അതിന് x1, y1, z1 ആയിട്ട് എടുത്തു. ഇനി നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ഇവിടെ വെക്ടർ ബി ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് അതിൻ്റെ കമ്പോണൻസ് എഴുതുക. കമ്പോണൻസ് വരുന്നത് 3, 2, -2. അതാണ് എ ബി സി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് കേട്ടോ. 3, 2, -2.
ഇതാണ് ഇവിടുത്തെ ഡയറക്ഷൻ റേഷ്യോസ്. ഇനി എന്ത് ചെയ്യുക, വി ഓൾറെഡി ന്യൂ ദാറ്റ് ഇറ്റ്സ് കാർട്ടീഷ്യൻ ഫോം ഈസ് എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു വൈ മൈനസ് ഫൈ വൺ ബൈ ബി ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ സി. ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് അവിടെ കൊടുക്കുക. എക്സ് വൺ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, വൈ വൺ 2 ആണ്, ഇസഡ് വൺ 3 ആണ്. സോ അപ്പോൾ കൊടുത്തു. അപ്പോൾ എന്ത് വന്നു, എക്സ് മൈനസ് 1 ബൈ എ ഈസ് 3, വൈ മൈനസ് വൈ വൺ ബൈ ബി ഈസ് 2, ഇസഡ് മൈനസ് ഇസഡ് വൺ എന്ന് പറയുന്നത് ഇസഡ് മൈനസ് 3 ബൈ മൈനസ് 2. സോ ദിസ് ഈസ് ദ കാർട്ടീഷ്യൻ ഫോം ഓഫ് ദാറ്റ് ലൈൻ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് ഇവിടെ നമ്മൾ ആൻസർ ചെയ്യുന്നത്. The question is, here we have given a matrix 1 5 6 7. We want to show that A plus A transpose is symmetric and A minus A transpose is skew symmetric. ഓക്കെ, ഒരു മെട്രിക്സ് തന്നു, എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് കാണിക്കുക, എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് നോക്കാം. എന്താ സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്? വെൻ എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സിമെട്രിക്, what's the condition for a matrix to be symmetric? We knew that a matrix A is symmetric if A transpose equal to A. That is, transpose of a matrix equal to itself. Okay, A transpose equal to A. And a matrix A is skew symmetric, A transpose equal to minus A. That is, transpose of a matrix equal to negative of that matrix. Okay. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യം നിങ്ങൾക്ക് എ ട്രാൻസ്പോസ് കാണുക തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ, അതിനുശേഷം അതിൻ്റെ സം കാണുക, എ പ്ലസ് എ ട്രാൻസ്പോസ് കാണുക, എ മൈനസ് എ ട്രാൻസ്പോസ് കാണുക, കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കുക. നമുക്ക് ആദ്യം എ ട്രാൻസ്പോസ് കാണാം. എങ്ങനെയാണ് ട്രാൻസ്പോസ് കാണുന്നത്? ഇൻ്റർചേഞ്ച് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് ദ ഗിവൻ മെട്രിക്സ്. സോ അപ്പോൾ എയുടെ ഫസ്റ്റ് റോസ് 1 5 ആണ്, അതോടെ ഫസ്റ്റ് കോളമായി. സെക്കൻഡ് റോ 6 7 ആണ്, അതോടത്തെ സെക്കൻഡ് കോളമായി. ഓക്കെ, ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് കാണുവാണ് കേട്ടോ. അത് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ത് വന്നു? ആദ്യം മെട്രിക്സ് എ എഴുതി 1 5 6 7 പ്ലസ് മെട്രിക്സ് ബി 1 6 5 7. എങ്ങനെ ആഡ് ചെയ്യുന്നത്? കറസ്പോണ്ടിങ് എൻട്രീസിൻ്റെ സം എടുക്കുക. അതായത് ഫസ്റ്റ് എൻട്രീസ് വരുന്നത് 1 + 1, സെക്കൻഡ് എൻട്രി വരുന്നത് 5 + 6, തേർഡ് വരുന്നത് 6 + 5, ലാസ്റ്റ് വരുന്നത് 7 + 7. സോ ദിസ് ഈക്വൽ ടു എങ്ങനെ വന്നു അത്? ദാറ്റ് ഈസ് മെട്രിക്സ് 2 11 11 14. സോ ദിസ് ഈസ് എ പ്ലസ് എ ട്രാൻസ്പോസ്. ക്ലിയർ? ഇനി വി വോണ്ട് ടു ചെക്ക് വെദർ എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക് ഓർ നോട്ട്. സോ we want to check that A plus A transpose all transpose equal to A plus A transpose. Okay, അതാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് കേട്ടോ. A plus A transpose all transpose equal to A plus A transpose ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുക്കാൻ പോവാണ്. എന്ത് വരും? ട്രാൻസ്പോസ് എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു. അതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളായി 2 11, ഫസ്റ്റ് കോളം വന്നു 11 14, സെക്കൻഡ് കോളം വന്നു. ഇത് തന്നെയല്ലേ നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയിരിക്കുന്ന എ പ്ലസ് എ ട്രാൻസ്പോസ്. ഓക്കെ, സോ ദിസ് കണ്ടീഷൻ സേസ് ദാറ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് ഈസ് സിമെട്രിക്. ക്ലിയർ? നെക്സ്റ്റ് വി വോണ്ട് ടു ചെക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് സ്ക്യൂ സിമെട്രിക്. എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് നമുക്ക് അടുത്തത് ചെക്ക് ചെയ്യണം. സോ അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് കാണാം. എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ആണോ എന്ന് നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് എയും എ മൈനസ് എ ട്രാൻസ്പോസ് കാണാം. എങ്ങനെ വന്നു? മെട്രിക്സ് എയും മെട്രിക്സ് എ ട്രാൻസ്പോസും തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക. ഇറ്റ് ഈസ് മെട്രിക്സ് എ എന്ന് പറയുന്നത് 1 6 5 7 മൈനസ് മെട്രിക്സ് എ ട്രാൻസ്പോസ് 1 6 5 7. എ 1 5 6 7 ആണ്. ഇനി കറസ്പോണ്ടിങ് എൻട്രീസ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്തു. 7 - 7. സോ ദിസ് ബിക്കം 0 -1 1 0. ഓക്കെ, അപ്പോൾ എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്ത് വന്നു? എൻട്രീസ് റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ ദിസ് ബിക്കം 0. ഫസ്റ്റ് കോളം വരുന്നത് 0 - 1,
സെക്കൻഡ് കോളം വരുന്നത് 1 0. ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് അവിടെ മുന്നേ കിട്ടിയിരിക്കുന്ന എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് അല്ലേ? എ മൈനസ് എ ട്രാൻസ്പോസിൻ്റെ ഒരു നെഗറ്റീവ് എലമെൻറ്റ് വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് കിട്ടി. സോ ദിസ് മെട്രിക്സ് ഈസ് ക്യൂ സിമെട്രിക്. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? ഓക്കെ. ഇനി ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എൻട്രീസ് എല്ലാം 0 ആയിരിക്കും. അതൊരു റിമാർക്കാണ്, ഓർത്ത് വെക്കുക കേട്ടോ. ദ ഡയഗണൽ എൻട്രീസ് ഓഫ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആർ ഓൾവേസ് സീറോസ്. ഓക്കെ. ഇനി അവിടെ നോക്കാം കേട്ടോ. നെക്സ്റ്റ് വി do the question number 12. Okay, the question is here we have given an ellipse x square by 9 plus y square by 4 equal to 1. We want to find its area by integration, by the method of integration. The application of integralsൽ വരുന്ന പോർഷനാണ്. നമുക്കൊരു എലിപ്സ് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1. അതിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുക. സോ അപ്പോൾ ദ ജനറൽ ഫോർമാറ്റ് ഓഫ് എലിപ്സ് ഇസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ് അല്ലേ? അതിൻ്റെ ഫിഗറാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണത്. നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മനസ്സിലാകാത്തവരൊന്ന് പോയി നോക്കുക കേട്ടോ. സോ അപ്പോൾ ഇനി ഇവിടെ എ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 9 നമുക്ക് 3 സ്ക്വയർ എന്നാക്കി, 4 2 സ്ക്വയർ എന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ ജനറൽ ഇക്വേഷനായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹിയർ എ ഈക്വൽ ടു 3 ആൻഡ് ബി ഈക്വൽ ടു 2. സോ അപ്പോൾ നമ്മുടെ എലിപ്സിൽ കോർഡിനേറ്റ് വാല്യൂസ് കൊടുത്തു കേട്ടോ, പോയിൻറ്റ്സ് കൊടുത്തു. ദാറ്റ് ഈസ് എക്സ് ആക്സിസിൽ 3 0, നെഗറ്റീവ് എക്സ് ആക്സിസിൽ -3 0. ഓക്കെ, വൈ ആക്സിസിൽ ആയിട്ട് നമ്മുടെ എലിപ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് 0 2, നെഗറ്റീവ് വൈ ആക്സിസിൽ എലിപ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് 0 -2. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എൻ്റെ ഡയഗ്രാം ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈ ഫിഗറിൻ്റെ ഏരിയ കാണാം, എലിപ്സിൻ്റെ ഏരിയ കാണണം അല്ലേ? നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ദ എക്സ് വൈ പ്ലെയിൻ ഡിവൈഡ് ദ എലിപ്സ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. ഓക്കെ, ഈ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഈ എലിപ്സിനെ 4 ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അത് ഓരോ പോർഷനും ഓരോ ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. ഓർ വി ക്യാൻ അതർവൈസ് വി ക്യാൻ സേ ദാറ്റ് ദ എക്സ് വൈ പ്ലെയിൻ അല്ല, ദ എലിപ്സ് ഈസ് സിമെട്രിക് അബൌട്ട് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഈ സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? തുല്യ ഭാഗങ്ങളായിട്ട് അതിനെ മുറിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ എലിപ്സിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നു എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോർഷൻ, സെക്കൻഡ് പോർഷൻ, തേർഡ് പോർഷൻ, ഫോർത്ത് പോർഷൻ. അപ്പോൾ ഈ 4 തുല്യ ഭാഗങ്ങളല്ലേ? അപ്പോൾ ഓരോ പോർഷൻ്റെയും ഏരിയ സെയിം ആയിരിക്കുമല്ലോ. 4 പോർഷൻ്റെയും ഏരിയ സെയിം തന്നെയാണ്. അപ്പോൾ 4 ഏരിയ വെക്കേണ്ട കാര്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു പോർഷൻ്റെ ഏരിയ കാണുക, എന്നിട്ട് അതിനെ 4 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ആ എലിപ്സിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വന്നിരിക്കുന്ന റീജിയൻ എടുത്തു, അല്ലെങ്കിൽ ഫസ്റ്റ് റീജിയൻ എടുത്തു. എന്നിട്ട് ഫസ്റ്റ് റീജിയൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുന്നത്? അവിടെ നമ്മളൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു അല്ലേ? അപ്പോൾ കണ്ടോ, ഇവിടെ എഴുതുന്നുണ്ട് ഞാൻ, ഏരിയ ഓഫ് എലിപ്സ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഏരിയ ഓഫ് ഫസ്റ്റ് റീജിയൻ. വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ അപ്പോൾ തന്നെ എഴുതി വയ്ക്കുക, ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വൈ ഡി എക്സ് ആണ്. ഇനി നമുക്ക് അതിൻ്റെ ആ എക്സിൻ്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കാണും. ഇവിടെ വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടാണ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് വാല്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം വെർട്ടിക്കൽ സ്ട്രിപ്പിനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യിക്കുക. അപ്പോൾ അത് അവിടെ ചെന്നാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? 0 വരെയല്ലേ മൂവ് ചെയ്യത്തുള്ളൂ. ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രം മതി കേട്ടോ. അപ്പോൾ 0 ആണ് ഇതിൻ്റെ ലോവർ ലിമിറ്റ്. അതുപോലെ തന്നെ റൈറ്റിലോട്ട് മൂവ് ചെയ്യിക്കുക. റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് എവിടെ വരെ എത്തി നിൽക്കുന്നു? 3 വരെ അല്ലേ നിൽക്കുന്നത്. അപ്പോൾ അത് 3 ആണ് അതിൻ്റെ അപ്പർ ലിമിറ്റ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ തന്നിരിക്കുന്ന വൈ റീപ്ലേസ് ചെയ്യണം. വൈയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്നാണ്. എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1 അല്ലേ? അവിടെ നമുക്ക് വേണ്ടത് വൈയുടെ വാല്യൂസാണ്. അപ്പോൾ വൈ സ്ക്വയർ ബൈ 4 എന്ന് പറയുന്ന ടേമിനെ അവിടെ നിർത്തിയിട്ട് transpose x square by 9 to the right side. So this becomes y square by 4 equal to 1 minus x square by 4. Take the LCM. So the right side become 9 minus x square by 9. Okay. Also transpose 1 by 4 to the right side. So this becomes 1 by y square equal to 1 by 4 right side to transpose ചെയ്യുമ്പോൾ അത് 4i.
സോ ഓൾറെഡി ഡിനോമിനേറ്ററിൽ ഒരു 9 ഉണ്ട്. സോ അപ്പോൾ റൈറ്റ് സൈഡിൽ 4/9 ഇൻറ്റു 9 മൈനസ് എക്സ് സ്ക്വയറിന് ചെയ്തു. ഇനി അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പോൾ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 4/9 ഇൻറ്റു 9 മൈനസ് എക്സ് സ്ക്വയർ. ബട്ട് ഹിയർ വി ഒമിറ്റ് ദ നെഗറ്റീവ് വാല്യൂ ഓഫ് വൈ. എന്താണ് നെഗറ്റീവ് വാല്യൂ ഓഫ് വൈനെ ഞാനിവിടെ ചൂസ് ചെയ്യുന്നില്ല, എനിക്ക് വൈയുടെ പോസിറ്റീവ് വാല്യൂ മാത്രം മതി. എന്താ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? നമ്മളിവിടെ ഫസ്റ്റ് ക്വാഡ്രൻ്റല്ലേ ചൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സും വൈയും ഒക്കെ പോസിറ്റീവ് അല്ലേ. സോ അപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ ആവശ്യമില്ല, നെഗറ്റീവ് വാല്യൂ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരില്ല. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രം ചൂസ് ചെയ്തു. ഇനി ആ സ്ക്വയർ റൂട്ട് ഓഫ് 4/9 എന്ത് വന്നു? 2/3 ആയല്ലോ. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് 9 മൈനസ് എക്സ് സ്ക്വയർ കേട്ടോ. അപ്പോൾ വാല്യൂ അങ്ങോട്ട് അവിടെ വൈക്ക് പകരം റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3 2/3 ഇൻറ്റു 9 ഞാൻ 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതി. നമ്മൾ ഇൻ്റഗ്രേഷനിൽ പഠിക്കുന്നൊരു ഫോമുലയാണ് ഇൻ്റഗ്രൽ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഓക്കെ, ഇതൊരു ഫോമുലയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഇൻ്റഗ്രേഷൻ്റെ ക്ലാസ്സിൽ എടുത്തു പോയിട്ടുണ്ട്. ഡൗട്ടുള്ളവർ ആ വീഡിയോസ് ഒന്ന് പോയി കാണുക കേട്ടോ. സോ ദിസ് ബിക്കംസ് 4 ഇൻറ്റു 2/3 കോൺസ്റ്റൻ്റ് എന്ന് പുറമോട്ട് എടുത്തു. ബാക്കി വരുന്നത് ഇൻ്റഗ്രൽ 0 to 3 സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വരുന്നതിന് പകരം നമുക്ക് അതിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കാം, വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് 8/3 ഇൻറ്റു x/2 ഇൻറ്റു റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അത് റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ ആയി പ്ലസ് എ സ്ക്വയർ ബൈ 2. എ ഇവിടെ 3 ആണല്ലോ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയർ 9/2 സൈൻ ഇൻവേഴ്സ് x/3 ഓവർ ദ ലിമിറ്റ് 0 to 3. ദാറ്റ് ഈസ് 8/3 ഇൻറ്റു, ഇനി അപ്പർ വാല്യൂ ആദ്യം കൊടുക്കുക മൈനസ് ലോവർ വാല്യൂ കൊടുക്കുക എക്സിന്. അപ്പോൾ ആദ്യം 3 കൊടുത്തപ്പോൾ 3/2 ഇൻറ്റു റൂട്ട് ഓഫ് 9 മൈനസ് 9 പ്ലസ് 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 3/3 മൈനസ്, ഇവിടെ കണ്ടോ അടുത്തത് 0 കൊടുക്കുമ്പോൾ അത് 0 ഇൻറ്റു ആയി, അപ്പോൾ അത് 0 വന്നു. അതുപോലെ അടുത്തതിൽ 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 0, സൈൻ ഇൻവേഴ്സ് ഓഫ് 0 ആണ്. അതുകൊണ്ടാണ് ഫോർത്ത് ടേം 0 ആയിപ്പോയത്. ദാറ്റ് ഈസ് 8/3 ഇൻറ്റു, ഇനി ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ടേം 9 മൈനസ് 9 അത് 0 ആയിപ്പോയി. ബാക്കി വരുന്ന 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 ആണ്. സൈൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ 5/2 ആണ്. സോ ദിസ് ബിക്കംസ് 8/3 ഇൻറ്റു 9/2 ഇൻറ്റു 5/2. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? കുറച്ച് സ്പീഡായിപ്പോയി നമ്മൾ പറഞ്ഞത് ചെയ്തു പോയത് ക്ലിയർ ആണെന്ന് കരുതുന്നു കേട്ടോ. സോ അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് വന്നത് 8/3 ഇൻറ്റു, ഇവിടെ നമ്മൾ 3 ഒക്കെ ക്യാൻസൽ ചെയ്തു കേട്ടോ, ഒരു 3 ക്യാൻസൽ ചെയ്തു, അതുപോലെ തന്നെ ഒരു 4 ക്യാൻസൽ ചെയ്തു. സോ അപ്പോൾ ആഫ്റ്റർ നമുക്ക് വരുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു പൈ, അതായത് 6π സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഈ എലിപ്സിൻ്റെ ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക്